ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്കാ, തന്റെ വഴിക്കല്ല. ഇതാണോ തന്റെ കുളി? തോർത്തണ്ടേ? സോപ്പ് തേക്കണ്ടേ? ഓ, തോർത്തിയാലേ കുളിയുടെ സുഖം പോവും. കാറ്റടിച്ചങ്ങനെ ഉണങ്ങണം. നല്ല സുഖം. പനി പിടിക്കാതെ നോക്കിക്കോ. ഞങ്ങളുടെ വീട്ടിലെ ചൂടുവെള്ളത്തിലാ കുളി. ഞാനിന്ന് സിറ്റിയിൽ പോവാണ്. എന്തിന്? ഒറ്റയ്ക്കോ? ഏയ്, ഒറ്റയ്ക്കല്ല, അയ്യനേത്തച്ഛന്റെ കൂടെ. ഇവിടുന്ന് 1 മണിക്കൂറാവൂല്ലേ ജീപ്പില്? ഞങ്ങൾ ഇന്നാളെ ഒരു ദിവസം പോയപ്പോ 3/4 മണിക്കൂർ കൊണ്ടെത്തി. അത് കാറിലായിരുന്നു, പുത്ത മരുതി കാർ. ഈ തല്ലിപ്പൊളി ജീപ്പ് 1 മണിക്കൂർ എടുക്കും. തല്ലിപ്പൊളിയൊന്നല്ല, നല്ല പുത്തൻ ജീപ്പാ അച്ഛൻ്റെത്. നീ എന്നെ നല്ല വണ്ടിയിൽ എങ്ങാനും കയറിയിട്ടുണ്ടോ? സിറ്റിയിൽ ആദ്യം പോവായിരിക്കും. കഴിഞ്ഞ മാസം ഞാൻ ബൈക്കിന്റെ പിന്നിലിരുന്നു പോയി. ആദ്യം പോകുന്നോണ്ട് നിനക്ക് വലിയ ഉത്സാഹമായിരിക്കും. എനിക്കൊന്നും ഇപ്പൊ ഒരു രസമില്ല. പോയോ? തന്റെ പുളു കേൾക്കാനേ എനിക്ക് സമയമില്ല. എന്താടാ അത്? എടാ, നിന്നെ മണ്ടൻ വിൽസൺ എന്ന ഇടവകയിലുള്ള എല്ലാവരും വിളിച്ചപ്പോഴും എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്നാ പറ്റി ഇപ്പോ? പ്രത്യേകിച്ചൊന്നുമില്ല. എടാ മണ്ടച്ചാരെ, നനഞ്ഞ തുണി വെച്ച് പിന്നെയും പിന്നെയും തുടച്ച കണ്ണാടി വൃത്തിയാവോടാ? പിന്നെ എന്നാ ചെയ്യാനാ? ഇതാ ഇങ്ങനെ ഈർപ്പം മാറിയ തുണി വെച്ച് വേണം തുടയ്ക്കാൻ. മനസ്സിലായോടാ വാനരാ? ഉവ്വ. വാനരനാണെന്ന് മനസ്സിലായി ഇല്ലേ? ഉവ്വ. ഇതൊരു വല്ലാത്ത സൂക്കേട് തന്നെയാണേ. എല്ലാവരെയും പോലെ തലയും മേലും തോർത്തിക്കൂടെ നിനക്ക്? അമ്മേ, എന്ത് സുഖാണെന്നോ കാറ്റടിച്ചുണങ്ങാൻ. അമ്മേ ഇനി അങ്ങനെ ചെയ്തു നോക്കണം. ഇതുവരെ നിനക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീട്ടില് പിരിയിളക്കം. ഇനി നിന്റെ വാക്ക് കേട്ടിട്ട് വേണം എനിക്കും കൂടി നൊസ്സളകാൻ. മോനെ ബാലു, നിനക്ക് വേണ്ടി പാന്റ് എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. തേച്ച മുണ്ടും കാണണം അവിടെ. മുണ്ടു മതി അമ്മേ. ഗണേശൻ തന്ന പാന്റ് നീ ഇടില്ലെന്ന് നിർബന്ധാണല്ലേ? അച്ഛൻ തയ്യാറായോ? ഞാൻ വൈകിയോ? കാത്തിരുന്ന് അച്ഛൻ അകത്ത് കയറിപ്പോയി. ഇനിയിപ്പോ യാത്രയുണ്ടോന്ന് കണ്ടറിയണം. അതിന് ഞാനത്ര വൈകിയില്ലല്ലോ. മണി 3 ആയിട്ടില്ല. നിങ്ങളുടെ നാട്ടിലെ 3 മണി ഇവിടുത്തെ 4 മണി ആയിരിക്കും. ഏതായാലും അച്ഛൻ വന്നിട്ട് പോകാം. താൻ കാത്തിരിക്കൊന്നും വേണ്ട. അച്ഛൻ യാത്ര വേണ്ടെന്ന് വെച്ച് കയറി കിടന്ന് ഉറക്കായി. ഉറങ്ങിയാ ഉണരുമല്ലോ. സിറ്റി പോകാൻ ഒരുങ്ങി വന്നതല്ലേ, തിരിച്ചു പോവാൻ മടി കാണും. ഇരിക്കിരിക്കെ, ഇപ്പൊ കിട്ടും അമ്പഴങ്ങ. തന്നോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ എനിക്ക് നേരമില്ല. ഓരോരുത്തന്മാര് വന്ന് കയറിക്കോ. ഇതൊന്നും കേട്ട് ഞാൻ മടങ്ങിപ്പോവാൻ പോണില്ല. ആ പണി അങ്ങ് മനസ്സിലിരിക്കട്ടെ. ബാലു, നീ വന്നിട്ട് കുറച്ചു നേരമായോ? കുളിക്കാൻ കയറിയപ്പോ പൈപ്പിൽ വെള്ളമില്ല. പിന്നെ ആ വിൽസനെ വിളിച്ച് കിണറ്റിന്ന് കുറെ വെള്ളം കോരേണ്ടി വന്നു. എവിടെ നമ്മുടെ MP വിൽസൺ? MP എന്ന് വെച്ചാൽ? MP എന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? MB, മന്ദബുദ്ധി. ഞങ്ങൾ വരുമ്പോ വൈകും. മുറിയുടെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. നീ ആഹാരം കഴിച്ച് കിടന്നു.
ഇതാ ഇത് നോക്കി ഇതേപോലെ ശ്രദ്ധിച്ചു വരയ്ക്കണം. ഉം? ഉം? ഉം. ഹും. കുടം കാക്ക ഇതേപോലെ അങ്ങ് വരച്ചാ മാത്രം മതി. മനസ്സിലായല്ലോ? കഴിഞ്ഞു സാർ. എന്തുവാടാ ഇത്? ഓട്ടപ്പന്തയമോ? ആദ്യം ഓടിയെത്തുന്നവന് സമ്മാനമൊന്നുമില്ല. ഇങ്ങ് കൊണ്ടുവാ. നിന്നെയൊക്കെ പടം വരയ്ക്കാൻ പഠിപ്പിച്ച സമയത്തിന് 4 മാഞ്ചിയൻ തൈ വച്ചിരുന്നെങ്കിൽ എൻ്റെ പൊന്നു ഗോപിക്കുട്ടൻ പോയി എരി നന്നായി വരും. ഈയേ. ഉം. ഉം. തന്നോട് ഇതൊക്കെ വരയ്ക്കാൻ ആര് പറഞ്ഞു? കാക്കയുടെ ചിറക് ഇങ്ങനെ വിടർത്തിയിട്ടില്ലല്ലോ എന്റെ ചിത്രത്തിൽ. അതെന്റെ കാക്ക ഇപ്പൊ പറഞ്ഞു വന്നിരുന്നതേ ഉള്ളൂ സാർ. കുടം ചരിയാൻ കാരണമോ? അത് ചരിഞ്ഞിരിക്കുന്നതിനാ കൂടുതൽ ഭംഗി. താൻ ആരാ? വിക്കാസോവോ അതോ നാടൻ വിക്കാസോ? എടോ പറയുന്നടങ്ങ് വരച്ചാ മതി കേട്ടോ. അധികം ഭാവനയൊന്നും വിളമ്പണ്ട. ആ വേലായുധ സാർ ഇങ്ങനെ നല്ല പടം കണ്ടാ തിരിച്ചറിയില്ല. സാറ് ബോർഡിൽ വരച്ചിരുന്ന പടങ്ങൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. ശ്യാമയ്ക്കോ? ഞാനതൊന്നും ആലോചിക്കില്ല, കണ്ടതുപോലെ അങ്ങ് വരച്ചു വെക്കും. സാറിന് അതാ ഇഷ്ടം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിന് പറ്റുന്നില്ല. ഏയ് ബാലു അങ്ങനെ വരയ്ക്കണ്ട. കഴിവ് കുറഞ്ഞവർക്ക് അതേപോലെ നോക്കി വരയ്ക്കാൻ പറ്റൂ, എന്നെ പോലുള്ളവർക്ക്. ദേ ഇതെന്താണെന്നോ ഇന്നലെ സിറ്റിയിൽ കണ്ടത്. ശ്യാമയ്ക്ക് ഇഷ്ടായോ? എനിക്ക് ഇങ്ങനെയൊന്നും വരയ്ക്കാനേ പറ്റില്ല. ആ വേലായുധ സാറിന് ഈ പടങ്ങൾ കാണിച്ചു കൊടുക്കണം. ഏയ് അതൊന്നും വേണ്ട. ഇനി സിറ്റിയിൽ പോകുമ്പോ നിന്നെ കൂടെ കൊണ്ടുപോണ്ട് കേട്ടോ. കേട്ടോ സുന്ദരി? എന്നിട്ട് നിന്നെ കൂടെ ചേർത്ത് കുറെ പാടങ്ങൾ വരയ്ക്കണം. ഏതായാലും അച്ഛൻ തന്ന പെൻസിൽ കൊള്ളാം. ചിരട്ടക്കരി കൊണ്ട് വരച്ച് വരച്ച് മടുത്തു. യുവജനോത്സവത്തിന് ഈ പുതിയ പെൻസിൽ കൊണ്ടൊന്ന് കലക്കണം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഷാജഹാൻ ചക്രവർത്തിയാണ് ലോകപ്രസിദ്ധമായ താജ്മഹൽ കെട്ടിയത്. എവിടെയാണ് ഈ താജ്മഹൽ? ഇന്ത്യയിൽ. അതറിയാം. ഇന്ത്യയിൽ എവിടെ? മറ്റാർക്കെങ്കിലും അറിയോ? ഡൽഹിയിൽ. അല്ല, അടുത്തെത്തി. ഡൽഹിയിൽ നിന്ന് അല്പ ദൂരെയായ ഒരു സ്ഥലത്താണ്. ആഗ്രയിൽ. ആ, വളരെ ശരി. സുന്ദരിയായ ഭാര്യ മുംതാസ് മരിച്ചു പോയപ്പോൾ ഷാജഹാൻ പണിത സ്മാരകമാണ് താജ്മഹൽ. യമുന നദിയുടെ തീരത്ത് മാർബിൾ കൊണ്ട് പണിത ഒരു മനോഹരമായ സൗധം. ബാലു എന്ത് ചെയ്യണം അവിടെ? നോട്ട് എഴുതാണ് ടീച്ചർ. ഇങ്ങ് തരൂ, ആ നോട്ട്ബുക്ക് ഇങ്ങതാ. ഒരാളുടെ നോട്ട് കണ്ടോ? പോയി ഹെഡ് മാസ്റ്റർ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. എന്താ നീ ആ 7B അല്ലേ? ഇപ്പൊ ഇവിടെ എത്താൻ മാത്രം എന്തു വീരസാഹസിക കൃത്യമാ താൻ നടത്തിയത്? കനക ടീച്ചർ പറഞ്ഞു സാറിനെ ഇതുകൊണ്ട് കാണിക്കാൻ. എന്താടോ ഇതെല്ലാം? ഓഹോ, ക്ലാസ്സിലിരുന്ന് എഴുതിയെടുത്ത നോട്ടായിരിക്കും. അത് ശരി. ഇതിനുള്ള സമ്മാനം വാങ്ങാൻ കനക ടീച്ചർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ അല്ലേ? ചിത്രകാരനുള്ള പാരിതോഷികം ഉടനെ തന്നെ തരാം. എന്താ സാറേ, രാജാ രവിവർമ്മയ്ക്ക് സമ്മാനം കൊടുക്കാൻ തുടങ്ങുകയാണ്? സാറൊന്ന് നോക്കിക്കേ, അവന്റെ നോട്ട് ബുക്കാ. കനക ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ ചിത്രകാരൻ എഴുതി വെച്ച നോട്ടാ. ഇതിന് പാരിതോഷികം വേണ്ടേ? വേണം വേണം. വരട്ടെ വരട്ടെ, അവനെ തല്ലാൻ വരട്ടെ. അവന് പറയാനുള്ളത് ഇവിടെ കേട്ടിട്ട് തല്ലണം സാർ. നോക്കണം സാറേ. ബാലു, ഈ ചിത്രങ്ങളൊക്കെ എന്താ? പേടിക്കണ്ട കേട്ടോ, പറ.
തൻ്റെ പടങ്ങളൊക്കെ കേമം തന്നെ. പക്ഷേ അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞ പറയടോ. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളാ ഇതൊക്കെ. ഞങ്ങൾ വിവരമില്ലാത്തവർ, നീ ഒന്ന് തെളിച്ചു പറ. ഇത് മുംതാസ്, ഇത് ഷാജഹാൻ ചക്രവർത്തി, ഇത് ജോലിക്കാർ പണിയെടുക്കുന്നത്. ഈ പാഠമാണോ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? അതെ സാർ. ആ സാറേ, അവൻ നോട്ട് എഴുതിയതാ, ചിത്രഭാഷയിലാണെന്നേ ഉള്ളൂ. അവൻ ഇനി മലയാളത്തിൽ എഴുതിക്കോളൂ. അല്ലേ ബാലു? ചെല്ല് ചെല്ല്, ഇനി കുത്തി വരച്ചോണ്ടിരുന്നാ ഉണ്ടല്ലോ. പൊക്കോ. സബ് ജില്ലയ്ക്കുള്ള സെലക്ഷൻ അല്ലേ നാളെ? ശ്യാമ എന്തിനൊക്കെ ചേരുന്നു? പാട്ടിന് മാത്രം. ചിത്രം വരയ്ക്കാൻ ഞാനില്ല. ബാലുവിനോട് മത്സരിക്കാനോ? ശ്യാമ തീർച്ചയായും ചേരണം. പുതിയ പെൻസിലുകൾ ഉള്ളതുകൊണ്ട് ഞാൻ പേര് കൊടുക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നമ്മുടെ ഗോപിക്കുട്ടൻ ഇപ്രാവശ്യം എല്ലാത്തിനും ചേരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ആവും. ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷത്തെ പാട്ട്? പാവം, അയാളുടെ അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഈ വിദ്വേഷം കിട്ടുന്നത്. വഴി വെച്ചാണോട് ചിരിയും കളിയും. കേറ് വണ്ടിയിൽ. ഇത്ര ദൂരല്ലേ ഉള്ളൂ, ഞാൻ നടന്നോളാം. കേറാനാ പറഞ്ഞത്. ഓരോരുത്തരോട് ചിരിക്കാനും കളിക്കാനും കണ്ട സ്ഥലം. കേറ്. സാർ, എല്ലാ മത്സരത്തിനും ഒരേ സമയത്ത് എങ്ങനെ എത്തും സാർ? അതല്ലേ തന്നോട് 2 or 3 ഇനത്തിൽ മാത്രം ചേരാൻ പറഞ്ഞത്. എല്ലാത്തിനും ചേർന്നില്ലെങ്കിൽ അമ്മ വഴക്കുറയും സാർ. എല്ലാത്തിനും ചേർന്നിട്ട് ഒന്നിനും സമ്മാനം കിട്ടിയില്ലെങ്കിലോ ഗോപിക്കുട്ട? എന്നാലും അമ്മ വഴക്കുറയും. തനിക്കിപ്പോ എന്താ അറിയേണ്ടത്? പ്രസംഗ മത്സരം, ചിത്രം വരയ്ക്കൽ ഒരേ സമയത്താണ് സാർ. ഞാൻ എന്ത് ചെയ്യും? താനൊരു കാര്യം ചെയ്യ്. ഇപ്പൊ പോയി ചിത്രം വരയ്ക്കും. അത് കഴിഞ്ഞ് പാട്ട് പാടാൻ പോകും. പിന്നെ പദ്യപാരായണം, കുച്ചിപ്പുടി, സംഘഗാനം, നാടോടി നൃത്തം, തനിക്ക് എന്തും ആവാം. ശ്രദ്ധിക്കൂ, 1 മണിക്കൂറാണ് സമയം. വിഷയം ഗ്രാമത്തിലെ ഉത്സവം. ഗ്രാമത്തിലെ ഉത്സവം. ശരി, ഇനി എല്ലാരും വരച്ചു തുടങ്ങിക്കോളൂ. ഇത് 4 എണ്ണം പരിഗണിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇത് നമ്മുടെ ഗോപിക്കുട്ടൻ്റെതാ. ചേടാ ഗോപിക്കുട്ടാ, നീ ഇതെങ്ങനെ പറ്റിച്ചു? പോരട്ടെ പോരട്ടെ പോരട്ടെ, അതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ പോരട്ടെ. പാട്ടിലും പ്രസംഗത്തിലും എല്ലാം ഗോപിക്കുട്ടൻ ഇതേ നിലവാരം വെച്ചു പുലർത്തി. ഈ 3 ചിത്രങ്ങളിൽ നിന്ന് 1 എണ്ണം തിരഞ്ഞെടുക്കാം. എന്താ? ഇതും അങ്ങ് മാറ്റാം. ഇനി എളുപ്പമല്ലേ, ശ്യാമയുടെ ചിത്രവും ബാലുവിന്റെ ചിത്രവും. ടീച്ചറിന്റെ അഭിപ്രായം എന്താ? ഞാനെന്ത് പറയാൻ, സാമൂഹ്യ ശാസ്ത്രമല്ലേ എന്റെ വിഷയം. ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയാം, ബാലുവിന്റെ ചിത്രം തന്നെയാണ് എനിക്കിഷ്ടം. അതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ അല്ല സാറേ, അവന്റെ പടത്തിന് ഒരു ഡിസിപ്ലിൻ ഇല്ല. ബാലുവിന്റെ പടം കണ്ടോ? ഉറങ്ങുന്ന ആനക്കാരനെയും ചുരുണ്ടുകൂടിയ പട്ടിയെയും വരച്ചാൽ ഉത്സവമാകുമോ? എന്നാൽ ശ്യാമയുടെ ചിത്രം അങ്ങനെയല്ല. രൂപങ്ങൾക്കെല്ലാം വ്യക്തതയുണ്ട്, ജീവനുണ്ട്. അതൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷെ ബാലുവിന്റെ ചിത്രം മോശമെന്ന് പറയാൻ പറ്റില്ല. മോശമെന്ന് ആര് പറഞ്ഞു? മത്സരത്തിന് അയക്കാൻ പറ്റില്ല. പിന്നെ മരിച്ചുപോയി നമ്മുടെ സുന്ദരേശൻ സാറിന്റെ ചെറുമോളായി ശ്യാമ. അറിയാം. ആരെ അയച്ചാലും കൊള്ളാം, നമുക്കൊരു സമ്മാനം കിട്ടണം. അങ്ങനെയെങ്കിൽ ശ്യാമയെ തന്നെ അയക്കാം. എന്താ? അങ്ങനെ അങ്ങ് തീരുമാനിക്കും സാറേ. ഓക്കെ, ഓൾ റൈറ്റ്. അന്നൊരിക്കൽ ബാലു പറഞ്ഞില്ലേ വരയ്ക്കാൻ പേപ്പർ ഇല്ലെന്ന്. കലണ്ടർ ഷീറ്റല്ല, ഒരു സൈഡ് വരയ്ക്കാം. കൊള്ളാം. ഞാൻ വിചാരിച്ചു ബാലു എന്നോട് പിണക്കമാണെന്ന്. എന്തിന്? ആ വേലായുധ സാറിന് ബാലുവിനെ ഇഷ്ടമല്ലാത്തോണ്ട് അയക്കാത്തത്. എന്റെ പടത്തേക്കാൾ എന്ത് നന്നായിരുന്നു ബാലുവിന്റെ പടം. ഞാൻ കണ്ടു. അതൊന്നും സാരില്ല. ഈ പെൻസിലുകൾ തരാനാ ഞാൻ വരാമെന്ന് പറഞ്ഞത്. സിറ്റിയിൽ പോയപ്പോ കിട്ടിയതാ. അയ്യോ, അതിനാണോ ബാലു രാവിലെ? ശ്യാമയ്ക്ക് സമ്മാനം കിട്ടും. ഞാൻ പോട്ടെ. കഷ്ടമായി പോയി സബ് ജില്ലയ്ക്ക് പോകാൻ പറ്റാത്തത്. അതിലൊന്നും കാര്യമില്ല.
എല്ലാവർക്കും അറിയായിരുന്നു ശ്യാമയെ കൊണ്ടുപോകുന്നു. അതെന്താ? അവളുടെ പടങ്ങൾ ഇവന്റെ അതിനേക്കാൾ നല്ലതായതുകൊണ്ട്. അല്ലാതെന്താ? എല്ലാരും പറയണ ആനയെ വരയ്ക്കാൻ പറഞ്ഞിട്ട് നീ നായെ വരച്ചെന്ന് ശരിയാണോ ബാലു? അറിയാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയത്ത് പോ. ആനയെ വരയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ നായ വരച്ചത് പോട്ടെന്ന് വെക്കാം. അച്ഛനെ അമ്മയും വരയ്ക്കാൻ പറയാത്തത് ഭാഗ്യായി. അവൻ എന്തോ ചെയ്തേനെ. ചോദിച്ചാ അച്ഛനും അമ്മയില്ലാത്തൊരു കുട്ടി വലിച്ചെറിയതാണെന്ന് പറഞ്ഞു. അത് തീരെ ശരിയായില്ല. നിന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ കേൾക്കാത്ത ഭാഗത്തിൽ പോന്നാ പോരെ? കേൾക്കാത്ത ഭാവത്തിൽ ഞാൻ എങ്ങനെ പോരും അമ്മേ? ഞാൻ കേട്ടല്ലോ. ശരി, കേട്ടെന്ന് വെച്ച് നീ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു. ആ കുട്ടിയുടെ ഷർട്ട് കീറിയത് തെറ്റായിപ്പോയി മോനെ. ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാ അവന്റെ അമ്മ അതറിയില്ലല്ലോ. ഓഹോ, അപ്പൊ അതായിരുന്നു ഉദ്ദേശം. അമ്മ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ വഴക്കിനൊന്നും പോരുതെന്ന്. അതിന് ഞാൻ അങ്ങോട്ട് വഴക്കിനൊന്നും പോയില്ലല്ലോ അമ്മേ. ആരോട് വഴക്കിന് പോയാലും കൊള്ളാം, നീ പോയി ആ കുട്ടിയോട് മാപ്പ് ചോദിക്കണം. അയ്യനേത്തച്ഛൻ ഇത് അറിയുമ്പോ എന്ത് വിഷമിക്കുമെന്നോ. അച്ഛനോട് വേണമെങ്കിൽ മാപ്പി വയ്ക്കാം, വേണുവിനോട് വയ്യ. എന്റെ മോൻ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. അതിന് ഈ ചെയ്തത് ശരിയായോ അച്ചോ? കുട്ടികൾ തമ്മിലുള്ള വഴക്കിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാ ഭംഗി. അവർ ചിരിക്കും, കലഹിക്കും, നാളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. ഇതങ്ങനെ നിസ്സാരമായി കണ്ടുടച്ചോ? ഷർട്ടും വലിച്ചു കയറി അടിയും കൊടുത്തു, ഒരുതരം കവലച്ചട്ടമ്പെ പോലെ. അച്ഛനെ ഓർത്തിട്ടാ ഇല്ലെന്ന് ഞാൻ. ശാന്തനാവൂ സഹോദര. വഴക്ക് നടക്കുമ്പോൾ നമ്മൾ ആരും അടുത്തില്ലല്ലോ. നമുക്കറിയില്ല ആരെന്ത് ചെയ്തെന്ന്. എന്റെ മോൻ അങ്ങോട്ട് കയറി വഴക്കുണ്ടാക്കിയെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നേ? സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ഒരഭിപ്രായവും സ്വരൂപിക്കണ്ട. കുട്ടികളെ അവരുടെ പാട്ടിന് വിട്ടേക്കൂ. അച്ഛൻ അത് പറയാം. കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരുടെ മേത്ത് കൈവച്ചാലേ എപ്പോഴും കണ്ടില്ലെന്ന് വെക്കാൻ പറ്റിയല്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് പറയാം, അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന പ്രകൃതക്കാരനല്ല ബാലു. അവൻ നിങ്ങളുടെ മകനെ തല്ലിയെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. ഓ അയ്യേരി, അച്ഛനോട് പറഞ്ഞാൽ പ്രയോജനം ഉണ്ടാവുമെന്ന് വിചാരിച്ചാ തെറ്റ്. വേണ്ട, ഞാൻ തന്നെ നേരിട്ട് നോക്കിക്കോളാം. അല്ല, ബാലുവിന് ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിക്കണ്ട കേട്ടോ ദിവാകരൻ പിള്ളേ. അച്ഛൻ കണ്ട കുരുത്തക്കെട്ടന്മാരുടെ വക്കാലത്ത് പിടിക്കുന്ന എന്തിനാ? നിന്നോട് അഭിപ്രായം ചോദിച്ചോ? ഒരാളങ്ങ് ആനപ്പുറത്താണല്ലോ. ശ്യാമയ്ക്ക് ഞാനൊരു ആനപ്പുറം തയ്യാറാക്കിയിട്ടുണ്ട്, കേറിയിരിക്കെ. ആരെങ്കിലും കണ്ടാ മരങ്കേർ പെണ്ണെന്ന് വിളിക്കും. ആ, ശ്യാമയ്ക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ട് സന്തോഷമില്ലേ? ബാലുവിനെ അയച്ചിരുന്നെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടിയേനെ. ആ വേലായുധ സാറിന്റെ തല കയറില്ല. എനിക്ക് സത്യത്തിൽ ഈ മത്സരത്തിനൊന്നും വരയ്ക്കാൻ ഇഷ്ടമില്ല. ഈ വിഷയത്തെപ്പറ്റി വരയ്ക്കണം, ഇത്ര സമയത്തിനുള്ളിൽ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ വരയ്ക്കാൻ ഒരു സുഖമില്ല. മതിയാകം വരെ വരയ്ക്കണം, കൊതിതീരും വരെ നിറം കൊടുക്കണം. നിറങ്ങൾ നിറങ്ങൾ എങ്ങും നിറങ്ങൾ, ചിറകിൽ നിറങ്ങൾ, ചിരിയിൽ നിറങ്ങൾ, ശലഭങ്ങൾ പാറും മലരിൽ നിറങ്ങൾ, ചിറകിൽ നിറങ്ങൾ, ചിരിയിൽ നിറങ്ങൾ, ശലഭങ്ങൾ പാറും മലരിൽ നിറങ്ങൾ.
മണ്ണിന്റെ മാറിൽ പൂവായി വിരിഞ്ഞും പാടുന്നു നിങ്ങൾ ഒരു മൗനഗാനം, ഒരു മൗനഗാനം. ചിറകിൽ നിറങ്ങൾ, ചിരിയിൽ നിറങ്ങൾ, ശലഭങ്ങൾ പാറും മലരിൽ നിറങ്ങൾ. ചിറകിൽ നിറങ്ങൾ, ചിരിയിൽ നിറങ്ങൾ, ശലഭങ്ങൾ പാറും മലരിൽ നിറങ്ങൾ. മഴവില്ലലിഞ്ഞും മഴയിൽ കുതിർന്നും താഴ്വാരമാകെ പാവിഴം ചൊരിഞ്ഞും. മഴവില്ലലിഞ്ഞും മഴയിൽ കുതിർന്നും താഴ്വാരമാകെ പാവിഴം ചൊരിഞ്ഞും. എഴുതുന്നു നിങ്ങൾ ഒരു വർണ്ണ ചിത്രം, ഒരു വർണ്ണ ചിത്രം. നിറങ്ങൾ നിറങ്ങൾ എങ്ങും നിറങ്ങൾ. ചിറകിൽ നിറങ്ങൾ, ചിരിയിൽ നിറങ്ങൾ, ശലഭങ്ങൾ പാറും മലരിൽ നിറങ്ങൾ. ചിറകിൽ നിറങ്ങൾ, ചിരിയിൽ നിറങ്ങൾ, ശലഭങ്ങൾ പാറും മലരിൽ നിറങ്ങൾ. എന്താ വേലായുധൻ സാറ്? അതെ, ഞാൻ തന്നെ. ഓഹോ, സാർ ഇത്രയും വിവരക്കേട് കാണിക്കരുതായിരുന്നു. എന്റെ മോനോട് കാണിച്ചതിന് ഈശ്വരൻ പോലും പൊറുക്കില്ലേ സാറേ. സങ്കടമുണ്ട് സാറേ. കാര്യം പറയൂ. ആരാ സഹോദരി നിങ്ങളുടെ മകൻ? സാറ് ഹെഡ് മാസ്റ്റർ ആകേണ്ടിരുന്ന ആളല്ലേ. സാർ ഒന്ന് കേൾക്കണം. എന്റെ മോൻ ഗോപിക്കുട്ടൻ 5 ഐറ്റത്തിന് ചേർന്നു. ഒരെണ്ണത്തിന് അവനെ സബ് ജില്ലയിൽ കൊണ്ടുപോയില്ല സാറേ. അവൻ എന്താ ഒരു കുഴപ്പം? എന്റെ മോൻ നന്നായി പാടും, പ്രസംഗിക്കും, വരയ്ക്കും, പദ്യം ചൊല്ലും. എന്നിട്ടും അവനെ കൊണ്ടുപോയില്ല. ഇവിടുന്ന് പോയ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു സമ്മാനം കിട്ടിയോ സാറേ? ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നന്നായി പാടുന്നത് കൊണ്ടല്ലേ മത്സരം നടത്തി തിരഞ്ഞെടുക്കുന്നത്. ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ളവർ പുറത്താവും. നമ്മൾ എന്തിനാ പെങ്ങളെ അതിൽ ഇടപെടുന്നത്? ഞങ്ങളാരും ഇടപെടാതിരുന്നാലല്ലേ നിങ്ങൾക്കൊക്കെ എന്തും ചെയ്യാൻ പറ്റൂ. ഞങ്ങൾ മന്ത്രിയെ കാണും, വേണ്ടി വന്നാൽ കോടതിയിലും പോകും. വെറുതെ വിടില്ല. ഗോപിക്കുട്ടന്റെ പാട്ടും പ്രസംഗവും ഒന്നും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ അവൻ വരച്ച പടം അതിവിടെ ഉണ്ട്. മറ്റുള്ള കുട്ടികൾ വരച്ച പടങ്ങളും ഉണ്ട്. ആ, ഇതാണ് ഗോപിക്കുട്ടന്റെ സൃഷ്ടി. ഇത് നോക്കി അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്താ, ഇത് സെലക്ട് ചെയ്യാവോ? ഓ, എന്റെ മോന്റെ പടം അത്ര മോശമൊന്നുമല്ല. ബാലു, ഗണേശൻ വരുന്നെന്ന്. അവന്റെ ട്രെയിനിങ് കഴിഞ്ഞു. ഇനി മദ്രാസിലാ പോസ്റ്റിംഗ്. അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഉടനെ ഞാൻ കൂടെ ചെല്ലണമെന്ന്. ഞാനെന്ത് ചെയ്യും? വിളിച്ചാ പോവാതിരിക്കാൻ പറ്റുമോ? ഇവിടെ പിന്നെ ആരാ? ആരും ഉണ്ടാവില്ല. ആകെ ബുദ്ധിമുട്ടായി. എങ്ങനെ പോകും? വിളിച്ച എങ്ങനെ പോകാതിരിക്കും? പോയേ പറ്റൂന്ന് വെച്ചാ പോണം. അപ്പൊ നിനക്കെന്നെ ഇവിടെ വേണ്ടല്ലേ? മൂഡ് തെറ്റിയിരിക്കുകയാണല്ലോ. എന്ത് പറ്റി ടീച്ചറെ? ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. തോറ്റത് ടീച്ചറോ കുട്ടിയോ? ഇയാളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഒറ്റ ഉത്തരം ശരിയല്ല. ആരാ കക്ഷി? നമ്മുടെ ആ ചിത്രകാരൻ ബാലു. അല്ലാതാരാ? സാമൂഹ്യപാഠത്തിന് പടം വരച്ചു വെച്ചാ ജയിക്കില്ലല്ലോ. അല്ലെങ്കിൽ അവൻ അരക്കൈ നോക്കിയേനെ. ആ, സബ് ജില്ലാ കലോത്സവത്തിന് ബാലു പോയെങ്കിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറയുന്നല്ലോ സാറേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ,
എന്നിട്ട് ടീച്ചറല്ലേ ചേരി ചേരാ നയം സ്വീകരിച്ചു കളഞ്ഞത്. ആ വേലായുധൻ സാറിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ടീച്ചർ അവനെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ നോക്ക്. അതെങ്ങനെയാ? എപ്പോ നോക്കിയാലും വരപ്പല്ലേ വിദ്വാന് പണി. ബാലു ബാലു ആ വിൽസനോ? അച്ഛൻ പറഞ്ഞു ബാലുവിനോട് നാളെ രാവിലെ അങ്ങോട്ട് വരാൻ. എന്താ വിൽസ കാര്യം? അവൻ വല്ല കുരുത്തക്കേടും കാണിച്ചിരിക്കും. എനിക്കറിയാൻ മേല. പിന്നെ ആ വേണുവിന്റെ അച്ഛൻ അവിടെ ഒരു ദിവസം പരാതിയുമായി വന്നിരുന്നു. ആ കുട്ടിയുമായി ഇവ വഴക്കിട്ടു, ഞാൻ അറിഞ്ഞു. ചെല്ല്, നേരിട്ട് പോയി കേട്ടോ. ഏയ്, ഇതെന്താണെന്നറിയാമോ? ആ ഒരു തല്ലിപ്പൊളി പടം. ഇതാണ് MB. MB മൈ ബേർഡ്. എന്റെ കൈ. ഇങ്ങനെ പോയാ നീ ഈ വർഷം തോക്കുമെന്നാണല്ലോ സാറന്മാര് പറയുന്നത്. നീ ക്ലാസ്സിൽ എന്ത് ചെയ്യാ? പഠിച്ചെടുക്കാൻ സമയമുണ്ടച്ചോ. എപ്പോ നോക്കിയാലും പടം വരപ്പാണെന്നാ പരാതി. ആ പരാതിയിൽ കുറച്ച് വാസ്തവമുണ്ട്. കൊള്ളാലോ, ഈ തത്തമ്മ അസലായി. അല്ല, ഇതൊക്കെ ആരാ? അച്ഛൻ്റെ അടുത്തൊരു പരാതി വന്നില്ലേ, ഒരു കുട്ടി ഞാനുമായി വഴക്കുണ്ടായിന്ന്. ഓ, ആ ദിവാകരൻ പിള്ളയുടെ മകനാണോ ഇത്? ഞാനത് മറന്നിരിക്കുകയായിരുന്നു. നീ എന്തിനാ അവന്റെ ഷർട്ട് കീറിയത്? അച്ഛൻ്റെ അമ്മയുടെയും പടം വരയ്ക്കാൻ പറഞ്ഞ എന്ത് എന്ന് ചോദിച്ച് കളിയാക്കി ചിരിച്ചു. എനിക്ക് ദേഷ്യം പിടിച്ചു. ബാലുവിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അതാരുടെയും കുറ്റമല്ലല്ലോ, ദൈവനിശ്ചയമല്ലേ. നീ അതൊന്നും കേട്ട് വിഷമിക്കാതെ അവന് മാപ്പ് കൊടുക്കൂ. ആ, ഞാനിപ്പോ വിളിപ്പിച്ചത് മറ്റൊരു പ്രധാന കാര്യം പറയാനാ. നമ്മളൊന്ന് ജോണച്ചന്റെ അടുത്ത് റോബർട്ടിനെ അന്വേഷിച്ചു പോയത് ഓർമ്മയുണ്ടോ? അയാൾ നാളെ ഇവിടെ എത്തും. നല്ലൊരു ആർട്ടിസ്റ്റാണ് അയാൾ. പെയിന്റിങ്ങിനെ കുറിച്ച് നിനക്ക് പലതും മനസ്സിലാക്കാനാവും. നീ എപ്പോ നാളെ ഇങ്ങ് വരണം. എന്ന് വെച്ച് ക്ലാസ് ഒന്നും കട്ടിയരുത്. ക്ലാസ് ഒന്നും കളയില്ലച്ചോ. ആ, ഇത് നിനക്ക് നല്ലൊരു അനുഭവമായിരിക്കും. കനക ടീച്ചർ ബാലുവിനെ അന്വേഷിച്ചിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? സാമൂഹ്യ പാഠത്തിന് കോഴിമുട്ടയായിരിക്കും. ആ, ശ്യാമെ കാണിക്കാൻ ഒരു സാധനമുണ്ട്. എന്താ ബാലു, ഞാനും കൂടെ കാണട്ടെ? കണ്ടിട്ട് അങ്ങ് കീറി കളയണം. ഇത് കൊള്ളാം, അന്ന് താടിക്ക് ശേഷം വരച്ചതല്ലേ? അയ്യോ, ദേ വേണു. ആ, അവനിത് കാണണ്ട, അടുത്ത ഒഴുകിന് കാരണമാവും. അയ്യോ, നല്ല പടങ്ങളായിരുന്നു. ബാലുവിന് ദേഷ്യം തീർന്നിരിക്കും. പക്ഷെ വേണ ഒരു കുറുക്കനും പാമ്പൊക്കെ തന്നെയാ. നീ എങ്ങോട്ടാ ഈ രാവിലെ? ഇന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ? സ്കൂളില്ല, ഞാൻ ബാലുവിന്റെ വീട്ടിൽ ഈ പുസ്തകം കൊണ്ടുവരുത്തിട്ട് ഇപ്പൊ വരാം. അയാൾക്ക് ക്ലാസ്സിൽ ഒരുപാട് വഴക്ക് കിട്ടി. നീ ഇത്രയും ദൂരം നടന്നു പോകാനോ? പ്രമോദ് കൊണ്ടുപോയി കൊടുക്കും. നല്ല അമ്മയല്ലേ, ഞാൻ ഇത് കൊണ്ടു കൊടുത്തിട്ട് ഓടി വരാം. ആ പ്രമോദേട്ടന് ബാലുവിനെ തീരെ ഇഷ്ടമല്ല. അതെയോ? ബാലു അസലേ വരയ്ക്കും. അവനൊരു കലാകാരൻ തന്നെയാ. പക്ഷെ പഠിത്തം കളയാൻ പാടുണ്ടോ? ആ, അതല്ലേ അമ്മ ഞാൻ സഹായിക്കുന്നേ. അവസാനം സഹായിച്ച് സഹായി തോക്കാതിരുന്നാ മതി. എന്തിനാ പൊട്ടിയ വളകള്? അതമ്മേ, ബാലുവിന് വേണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് പറഞ്ഞില്ല. ഓരോ വികൃതികള്. ആ, പെട്ടെന്ന് ഇനി വരണം കേട്ടോ. ചിത്രകാരനും ചിത്രകാരിയും കൂടിയിരുന്ന് സമയം പോക്കണ്ട. ഇന്നിപ്പോ ശ്യാമയെ വരയ്ക്കണം തോന്നി. വളപ്പെട്ട രൂപങ്ങൾ നാളെ ഉണ്ടാക്കാം. സമയമില്ലാതിരിക്കുമ്പോ ബാലുവിന്റെ ഓരോ വാശി. ദേ കഴിഞ്ഞല്ലോ. എനിക്കല്ലേ സമയക്കുറവ്. സാമൂഹ്യ പാഠവും കണക്കും സയൻസും തുറന്നു തന്നെ നോക്കിയിട്ടില്ല. ശ്യാമയെല്ലാം തീർത്തു വെച്ചിരിക്കല്ലേ. എന്നാ ബാലു വരയ്ക്കുമ്പോ ഞാനൊരു പാഠം ഉറക്കെ വായിച്ച് കേൾപ്പിക്കട്ടെ? ശ്യാമ വെറുതെ വിഷമിക്കാതെ. ജയിക്കാൻ മാത്രമുള്ളതൊക്കെ ഞാൻ ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കും. അതിന് ഇനി സമയമുണ്ട്. പക്ഷെ വരയ്ക്കാൻ തോന്നിയാൽ അങ്ങനെയല്ല, ഉടനെ വരയ്ക്കണം. എങ്ങനെയുണ്ട്? അസലായി. ഞാനിത് അമ്മയെ കാണിച്ചോട്ടെ ബാലു? അമ്മയ്ക്ക് ബാലുവിന്റെ പടങ്ങൾ വലിയ ഇഷ്ടാ. ബാലുവിനെയും. തീർക്കട്ടെ. പഠിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? നിർബന്ധമാണെങ്കിൽ ശ്യാമ വായിച്ചോളൂ, ഞാൻ കേൾക്കാം. ഏറ്റവും ഒടുവിൽ ക്ലാസ് പഠിപ്പിച്ച പാഠം മുതൽ തുടങ്ങാല്ലേ? തുടങ്ങിക്കോ. മടക്ക് പർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങളുടെ പാദം വിസ്തൃതി കൂടിയിരിക്കുകയും മുകളിലോട്ട് പോകും തോറും വിസ്തൃതി കുറഞ്ഞു കൊടുമുടിയായി അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു മടക്ക് പർവ്വതത്തിൽ തന്നെ പല നിരകൾ കാണാവുന്നതാണ്.
മടക്ക് ദോശാന്ന് കേട്ടിട്ടുണ്ട്. ടൗണിൽ പോയപ്പോ അച്ഛൻ വാങ്ങി തന്നതാ. ബാലുവിനെല്ലാം കളിയാ. സത്യത്തിൽ മടക്ക് പർവ്വതം ഞാൻ ആദ്യം കേൾക്കുക. യൂറോപ്പിൽ എവിടെയുള്ള ഈ പർവ്വതങ്ങളുടെ കഥയൊന്നും തലയിൽ ഇരിക്കുന്നു തോന്നുന്നില്ല. ബാലു തന്നെ തന്നെ അങ്ങ് പഠിച്ചാ മതി. അങ്ങനെ അങ്ങ് പോകാതെ ദാ ഇതൂടെ കൊണ്ടുപോ. അടുത്ത മാസം കൂടെ മതി കേട്ടോ. അതെന്താ ചേച്ചി? അടുത്ത മാസം കുറച്ച് കൂടുതൽ വേണം താനും. ഗണേശൻ വരുന്നുണ്ട്. അവൻ പോകുമ്പോ എനിക്കൂടെ പോകേണ്ടി വരും. ഓഹോ. അവൻ ഇനി മദ്രാസിലാ പോസ്റ്റിംഗ്. ക്വാർട്ടേഴ്സും കിട്ടും. ഞാൻ കൂടെ ചെല്ലണമെന്ന് വലിയ നിർബന്ധം. ഇവിടം വിട്ടു പോകാൻ എനിക്കാണെങ്കിൽ തീരെ മനസ്സില്ല. എന്നാലും അവൻ വിളിക്കുമ്പോ. അല്ലേ ചേച്ചി, അപ്പൊ ഈ ബാലു എവിടെ പോവും? അതാണ് എനിക്ക് ആകെ ഒരു സങ്കടം. അവന് തിരികെ അയ്യനേത്തച്ഛൻ്റെ കൂടെ താമസിക്കേണ്ടി വരും. അമ്മ കുറച്ചു കാലം കൊണ്ട് തിരികെ വരും. അതുവരെ അയ്യനേത്തച്ഛൻ്റെ കൂടെ കഴിയണമെന്നേ ഉള്ളൂ. ബാലുവിന് അച്ഛന് ഒരു കുറവും വരുത്തൂല. നിന്നെ അത്ര ഇഷ്ടം അച്ഛന്. അനാഥമാരെ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. അതോർത്ത് ആരും സങ്കടപ്പെടണ്ട. എടാ, നിനക്ക് ഇത്ര ധിക്കാരോ എന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ? എന്നോട് തന്നെ വേണം. പൊയ്ക്കോ, എനിക്ക് നിന്നെ കാണണ്ട. അയ്യനത്തച്ചോ? റോബർട്ടോ, എവിടുന്ന് വരുന്നടോ താനീ രാത്രി? ഗോവയിൽ നിന്ന് വരുന്ന വഴി. ഇവിടെ എത്ര ദിവസമാണാവോ ഹാൾട്ട്? അച്ഛൻ പോകാൻ പറയുന്നത് വരെ. ഓഹോ, എന്ന് വെച്ചാൽ ശനിയാഴ്ച വൈത്തിരിയിലെത്തണം. ഇയാൾക്കൊരു മാറ്റവും ഇല്ല. അച്ഛൻ എന്നെ അന്വേഷിച്ചു എന്ന് ജോണച്ചൻ പറഞ്ഞു. നാളെ ആവട്ടെ, ഞാനൊരു കൊച്ചു ചിത്രകാരനെ പരിചയപ്പെടുത്താം. അതുകൊണ്ട് ഹെഡ് മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമുക്ക് ചെയ്യാം. ഇത്രയും പെട്ടെന്ന് 10,000 രൂപ ഈ കുഗ്രാമത്തിൽ നിന്ന് പിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. എങ്കിലും നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഡൽഹിയിൽ നിന്നൊക്കെ ആളുകൾ ഇൻസ്പെക്ഷന് വരുമ്പോഴേ സ്കൂളിന്റെ ചുവരെങ്കിലും ഒന്ന് വെള്ളം പൂശണ്ടേ? വേണ്ടത് തന്നെ. പണത്തിന് മാത്രമേ കുറവുള്ളൂ. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. ശരി, ആദ്യത്തെ തുക ഞാനിടാം. PF നിന്നെടുത്ത കാശിന്റെ ബാക്കിയുണ്ട് സാറേ. 500 രൂപ ഞാൻ തരാം. എന്റെ വക ഒരു 100 രൂപ. 75 രൂപ എന്റെ പേരിൽ എഴുതിക്കോ സാറേ. അങ്ങനെയാണെങ്കിൽ തരാൻ ഉദ്ദേശിക്കുന്ന തുക ഈ ബുക്കിൽ ഓരോരുത്തരും ഒന്ന് എഴുതിയാട്ടെ. ഒരു 25 രൂപ ഇട്ടാ മതി. അത് മതിയെന്നേ. 25. മോശമല്ല. 4200 രൂപയുടെ വാഗ്ദാനമുണ്ട്. അത് മതി. ഇനി നമുക്ക് എങ്ങനെയും കരക്കടുപ്പിക്കാം. സമയം ഇങ്ങ് അടുത്തു. ഇന്ന് തിങ്കളാഴ്ചയായി. അടുത്ത തിങ്കളാഴ്ച അവരിങ്ങെത്തും. ഉണങ്ങാൻ 2 ദിവസം വേണം. പിന്നെ ഒരു ദിവസം മുഴുവൻ ചുരണ്ടാനുണ്ട്. എങ്കിലേ അടിച്ചു വരുമ്പോൾ നന്നാവൂ. ആയിക്കോട്ടെ, നമുക്ക് നാളെ തന്നെ തുടങ്ങണം. നാളെ പറ്റില്ല സാറേ, ജോലിക്കാർ വരണം. ബുധനാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച തീർക്കാം. ശനിയും ഞായറും കൊണ്ട് ഭംഗിയായിട്ട് ഉണങ്ങും. സംഗതി കലക്കണം.
അയ്യോ ഇത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഒരുപാട് വരയ്ക്കണം, മതിയാവോളം. പിന്നെ ഈ കൊച്ചു പേപ്പറിൽ ഒതുങ്ങാതെ വലിയ ഷീറ്റിൽ വരയ്ക്കണം. പള്ളികളുടെ മേൽക്കൂരയിലും ക്ഷേത്രത്തിന്റെ മതിലുകളിലുമൊക്കെ വരച്ചിട്ടവരല്ലേ നമ്മുടെ ഗുരുക്കന്മാർ. തോന്നുമ്പോഴൊക്കെ വരയ്ക്കണം, തോന്നും പോലെ വരയ്ക്കണം. കാണും പോലല്ല, മനസ്സിൽ കാണും പോലെ വരയ്ക്കണം. താൻ ഇവിടെ കഴിഞ്ഞത് കഷ്ടിച്ച് 3 ദിവസമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതുപോലെ തോന്നുന്നു. ഞാനും ബാലുവും കൂടി കുറച്ച് ചിത്രങ്ങൾ വരച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ അച്ചോ. അതൊരു ചെറിയ കാര്യമല്ല. റോബർട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ബാലുവിന് വലിയ പ്രയോജനം ചെയ്യും. ഈ കുഗ്രാമത്തിൽ അവനോട് ആരാ കലയെക്കുറിച്ച് പറയാൻ? അവനൊരു മിടുക്കനാണച്ചോ. ഭയങ്കര ധൈര്യമാണ് അവന്. ആരും ഉപയോഗിക്കാത്ത നിറങ്ങളാണ് അവനിഷ്ടം. നല്ല ശക്തിയുള്ള വരകൾ, ബോൾഡ് കോമ്പോസിഷൻസ്. ബാലുവിന് ചിത്രകല പഠിപ്പിക്കണച്ചോ. അവൻ വലിയ ചിത്രകാരനാകും. ബാലുവിന് അച്ഛനും അമ്മയില്ല. അവർ കർത്താവിൽ ലയിച്ചിട്ട് 8 വർഷത്തിലേറെയായി. 40 പേർ മരിച്ചുപോയ ഒരു ഉരുൾപൊട്ടലായിരുന്നു അത്. 5 വയസ്സുണ്ടായിരുന്ന ഈ ബാലു മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. അവൻ പിന്നെ അമ്മയെപ്പറ്റി പറഞ്ഞതോ? അനാഥാലയത്തിൽ ചേർക്കാൻ ആരോ കൊണ്ടുവന്നതാ. പക്ഷെ അവനെ വളർത്താനായി ഈ അമ്മ മുന്നോട്ട് വന്നു. അവനിതൊന്നും പറഞ്ഞില്ലല്ലോ. അവരവനെ സ്വന്തം മോനെ പോലെ തന്നെയാണ് വളർത്തുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കും. അവനൊരു അസാധാരണനാണച്ചോ. അത്തരക്കാർക്ക് പ്രോത്സാഹനം കിട്ടാറില്ല. സാധാരണ ചിത്രകാരനാകാനാണ് ആളുകൾക്കിഷ്ടം. അതൊഴിവാക്കിയ അവൻ രക്ഷപ്പെടും. എല്ലാം ദൈവഹിതം പോലെ നടക്കും. പണ്ടത്തെ ആർട്ടിസ്റ്റുകൾ പള്ളിയുടെ മേൽക്കൂരയിലും ക്ഷേത്രത്തിന്റെ ചുവരിലുമൊക്കെ വരച്ചിട്ട ചിത്രങ്ങളല്ലേ നമ്മുടെ പൈതൃകം. വിശാലമാകണം മനസ്സും ക്യാൻവാസും. നിനക്കെന്താ ഇന്നത്തെ സ്പീഡ്? സമയം അത്രയ്ക്ക് ആയില്ലല്ലോ. ഇന്ന് എന്താ നടക്കാൻ പോണെന്ന് കണ്ടോ? വേണുവുമായി നടന്ന കലാപരിപാടിയുടെ ബാക്കി വല്ലതും? അതൊക്കെ അവിടെ ചെന്നിട്ട് ആദ്യം സ്കൂളിലെത്താൻ നോക്കാം. നമസ്കാരം സാർ. ആകെ കുഴഞ്ഞു. നമ്മൾ വെള്ളയടിച്ച ചൂര് മുഴുവൻ ആരോ വൃത്തികേടാക്കി കളഞ്ഞു സാറേ. ആര് ചെയ്യാൻ? മാറ്റി കളയാൻ പറ്റില്ലേ? ഓ അതൊന്നും പറ്റില്ല സാറേ. അത്ര കടുത്ത ചായങ്ങളാ വാരി പൂശി കളഞ്ഞത്. അത്രയ്ക്കായോ? ബാലു ഇവിടെ വാ. കേറ്, കേറാ. നീട്ട്. നീട്ട്. പാവം ബാലുവിന് ഒരുപാട് അടി കിട്ടി. ശരിയാ, പക്ഷെ വെള്ളയടിച്ച ചോരൊക്കെ ഇങ്ങനെ വൃത്തിയേടാക്കാൻ പാടുണ്ടോ? എന്ത് നല്ല പടങ്ങളാണവ. ആണോ? എന്തോ പാവം ബാലു. കഠിനമായ ദുഃഖത്തിലും നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും കാണും. അത് ജീവിത നിയമമാണ്. വെളുത്ത പകല് രാത്രിയാകും, ഇരുണ്ട രാത്രി പകലുമാകും. ഈ ആശയമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ മുക്തകത്തിലുള്ളത്. എന്താണ് മുക്തകം? മുക്തകമെന്നാൽ ഒറ്റ ശ്ലോകം.
ആശയം അതിനുള്ളിൽ പൂർണ്ണമായിരിക്കും. ഉം? ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് മാഡം. We whitewashed the wall. Some mischief maker has spoiled it. We are very sorry, madam. Who is this village artist? മാഡം, ദാറ്റ് ബോയ് ഈസ് റിയലി എ പ്രോബ്ലം. എനിക്ക് മലയാളം അറിയാം. ഐ എം ഫ്രം പാൽഗാഡ്, മാരീഡ് ടു മിസ്റ്റർ ഗുപ്ത. ഇവിടെ ഒരു കുട്ടിയുണ്ട്, വകതിരിവില്ലാതെ ചിത്രങ്ങൾ വരച്ച് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. This is a brilliant piece of art. Is it not something original? Yes, it's a beautiful composition. Wonderful selection of colors. ആ ലൈനിന്റെ ശക്തി കണ്ടില്ലേ? Look at the balance and rhythm. See the tonal effects. എവിടെ പഠിക്കുന്ന കുട്ടിയാണോ ഇത് വരച്ചത്? I can't believe it. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. Can you call him? ബാലുവിനെ വിളിക്കാം. A genius. മനസ്സിലായോ? സാർ, ബാലുവിനെ ഓഫീസിൽ വിളിക്കുന്നു. ബാലു, ആദ്യം കൊടുത്തതിൽ ബാക്കിയെല്ലാം മറന്നു പോയിരിക്കും. അത് വാങ്ങാൻ പോവാ. ഇന്നത്തെ കാറ്റ് പോലെ ഏതായാലും കൊള്ളാം, കിട്ടട്ടെ. സൈലൻസ്. ഇതാണ് ബാലു. ബാലു വരച്ചതാണോ ഈ ചിത്രങ്ങൾ? എത്ര സമയം എടുത്തു? 2 ദിവസം. വേറെ ചിത്രങ്ങൾ വരച്ചിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ കയ്യിലുണ്ടോ? ക്ലാസ്സിലുണ്ട്, പോയി എടുത്തോണ്ട് വരാം. ആരെയെങ്കിലും വിടാം, പോയി എടുത്തിട്ട് വരൂ. ബാലുവിന് ആർട്ടിസ്റ്റ് ആകാൻ ഇഷ്ടമുണ്ടോ? എന്താ ബാലു ഇത്ര ആലോചിക്കുന്നത്? ചിത്രകാരനാകുന്നതിനെ പറ്റി ഞാൻ ഓക്കെ, ഡൽഹിയിലോ കൽക്കട്ടയിലോ ചിത്രകല പഠിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ബാലു പോവോ? അച്ഛൻ കൂടി സമ്മതിക്കണം. ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആണ് ബാലുവിന്റെ ഗാർഡിയൻ. ഓ, which means He is an orphan. beautiful. Oh, wonderful. Really nice. Good. Lovely. Look at this. ബാലു പെയിന്റിംഗ് പഠിക്കണം. സ്കോളർഷിപ്പ് കിട്ടാൻ ഒരു പ്രയാസമില്ല. പണം ടിക്കറ്റ് എല്ലാം അയച്ചു തരാം. We can arrange it, no? That's not a problem, ma'am. ബാലുവിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരണം. And get a consent from his guardian. Yes, madam. ദൈവത്തിന്റെ വിരലുകളാണ്. അയ്യോ, ഇതെന്ത് പറ്റി? അത് രാവിലെ വീട്ടിൽ വഴക്കുണ്ടാക്കിയതിന്. Balu is our greatest discovery in this trip. So smart.
ബാലു, നീ ഡൽഹിയിൽ പോയി എന്ത് ഭാഷ സംസാരിക്കും? അതൊക്കെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കും. നീ വലിയ പെയിന്റർ ആയാലും ഇവിടെ പിന്നെ വരുമോ? ഇനി ഇതൊക്കെ വല്ല പുളുവാണോ ഡേ? അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. അവനെ കൊണ്ടുപോയി എന്താക്കാനാ? അവരെന്തോ വെറുതെ പറഞ്ഞിട്ട് പോയതാ. ഓ, അത് കേട്ട ഉടനെ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ അവനെ വലിയ ഹീറോ ആക്കി. അവൻ എന്തോ പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. പക്ഷെ ആരും അത് അംഗീകരിച്ചില്ല. ഇപ്പോഴോ? ഇതൊക്കെ നടന്നെങ്കിൽ നടന്നെന്ന് പറയാം. പിന്നെ അവന്റെ ചിത്രങ്ങൾ എന്നും വ്യത്യസ്തങ്ങളായിരുന്നു. ആ ഒരു കാര്യത്തിൽ തർക്കമില്ല. പിന്നെ എന്ത് കാര്യത്തിലാ സാറേ തർക്കം? മത്സരത്തിനൊന്നും അയക്കാൻ പറ്റൂല സാറേ. അതാ ഞാൻ അവനെ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുള്ളത്. സാറിന് അവന് ഇഷ്ടമല്ല, അതല്ലേ സാറേ വാസ്തവം. ഓ, ദില്ലിയിൽ നിന്ന് വന്നവര് പറഞ്ഞതാണെന്ന് കരുതി അത് അപ്പടി അങ്ങ് വിഴുങ്ങുമൊന്നും വേണ്ട. ചിലപ്പോ അവര് പോയ വഴിക്ക് പുല്ല് പോലും തീർത്തില്ല എന്നും വരും. പിന്നെ കുറെ പരിശീലനം കിട്ടിയ ആ കൊച്ചൻ ചിലപ്പോ നന്നായെന്നും വരും. എന്റെ മോൻ ഇങ്ങനെ ഒരു ഭാഗ്യം വന്നല്ലോ. ടിക്കറ്റും സ്കോളർഷിപ്പും എല്ലാം അവര് തരുമേ. ഈശ്വര, എന്റെ കുഞ്ഞിന് എന്നും ഉയർച്ചയുണ്ടാവണേ. ഡൽഹിയിൽ നിന്ന് വന്നവർക്ക് എന്റെ പടം അത്രയ്ക്ക് ഇഷ്ടമായി അമ്മേ. വലിയ ചിത്രകാരനാവണ്ടെന്ന് ചോദിച്ചു. ടീച്ചർമാരെല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്നു. എന്റെ മോൻ വലിയ ചിത്രകാരനാവും. പോകുന്നതിന് മുമ്പ് അമ്മയുടെ ഒരു പടം വരയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പോ നീ ഞങ്ങളെ വിട്ടുപോവാണല്ലേ? അവർക്ക് എന്റെ പടം വളരെ ഇഷ്ടപ്പെട്ടു. ചുവരിൽ ആ പടം വരച്ചതിന് രാവിലെ അടിയിട്ടതാ അസംബ്ലിയിൽ വെച്ച്. ബാലു, കലാപരമായ കഴിവ് ഈശ്വരാനുഗ്രഹമാണ്. ആര് തടഞ്ഞാലും അത് പ്രകാശിക്കും. സർവശക്തനായ പിതാവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. എന്നേക്ക് പോകേണ്ടി വരുമോ എന്തോ? എല്ലാം ഈശ്വരൻ അറിയാം എപ്പോ എന്ത് നടക്കണമെന്ന്. ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ല മകനെ. മോളെ നോക്ക്. അയ്യോ, വർണ്ണച്ചിറകുകൾ വീശി വസന്തമരികിൽ വന്നു. സ്വപ്നം കാണും പോലെ പുഷ്പകമാനമുയർന്നു. വർണ്ണച്ചിറകുകൾ വീശി വസന്തമരികിൽ വന്നു. സ്വപ്നം കാണും പോലെ പുഷ്പകമാനമുയർന്നു. തുമ്പപ്പൂവിൽ ഊഞ്ഞാലാടും തുമ്പിക്കുഞ്ഞേ പോരൂ. പച്ചക്കാടുകൾ ചിറകിലൊതുക്കും തത്തക്കിളിയേ പോരൂ. കാണാം പുലരിക്കതിരുകൾ പുഴയിലൊഴുക്കും തൃക്കാർത്തികയുടെ ദീപങ്ങൾ. വർണ്ണച്ചിറകുകൾ വീശി വസന്തമരികിൽ വന്നു. സ്വപ്നം കാണും പോലെ പുഷ്പകമാനമുയർന്നു.
ചക്കരമാവി പാടാനണയും ചെല്ലക്കുയിലേ വാവാ കാണാം നീലാകാശ പൊയ്കക്കടവിൽ മഴവിൽ മേഘക്കൊട്ടാരം. എന്തു പറ്റി സുന്ദരി നിനക്ക്? കുറച്ചു ദിവസമായിട്ടൊരു ക്ഷീണം, പാട്ടും കളിയൊന്നും ഇല്ലല്ലോ. ആ, ഇന്ന് വരുമെന്ന് എഴുതിയിരുന്നില്ലല്ലോ മോനെ. വാ ഇരിക്കെ. വിചാരിച്ചതിൽ നേരത്തെ ലീവ് കിട്ടിയമ്മേ. അമ്മയ്ക്ക് സന്തോഷായി വിചാരിച്ചിരിക്കാതെ മോനിങ്ങി വന്നപ്പോ. ബാലു, നീ ഏട്ടനോട് വിശേഷങ്ങൾ പറ. അമ്മ ചായ എടുക്കാം. ഇവനങ്ങ് വളർന്നല്ലോ അമ്മേ. ചെല്ലു മോനെ. ഗണേശേട്ടൻ ട്രെയിനിലാണോ വന്നത്? പിന്നെ മദ്രാസിൽ നിന്ന് ആരെങ്കിലും നടന്നു വരൂ? ഇതുണ്ടോ, ഞാൻ വരച്ചതാ. ഓ, അമ്മയെ വരയ്ക്കാൻ ശ്രമിച്ചായിരിക്കും. നന്നായില്ലേ? പിന്നെ ഫോട്ടോ ആണെന്നേ തോന്നും. ബാലു നന്നായി പടം വരയ്ക്കും. ആ, ഇപ്പൊ ഡൽഹിയിൽ നിന്നൊരു കൂട്ടര് അവനെ കൊണ്ടുവന്ന് ഏറ്റിരിക്കുക അല്ലേ ബാലു? അത് നന്നായി. പിന്നെ അമ്മ ഇവനെന്നും പറഞ്ഞ് ഇവിടെ നിൽക്കില്ലല്ലോ. ഏതായാലും അമ്മയ്ക്ക് എൻ്റെ ഇവിടെ വരാനുള്ള തടസ്സം നീങ്ങി കിട്ടി. നീ പോയി കുളിക്ക്. ട്രെയിൻ യാത്ര കഴിഞ്ഞതല്ലേ, കുളിച്ചു വരുമ്പോഴേക്കും ആഹാരം കാലവും. അമ്മേ, ഈ മുറി അത്രയും വൃത്തികേടാ. ഇപ്പൊ വൃത്തിയാക്കാം. സോ, ഈ ജന്തുവിന്റെ ശബ്ദം കൂടി ആവുമ്പോ. അതിനെ നമുക്ക് വരാന്തേ തൂക്കാം. എന്താ ബാലു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ടീച്ചറെ, ഡൽഹിയിൽ നിന്നൊക്കെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് പോകും. അതൊക്കെ അവരപ്പോഴേ മറന്നിരിക്കും. എന്നാലും ആ കുട്ടിക്ക് വെറുതെ ആശ കൊടുത്തില്ലേ? മനുഷ്യരാശിക്കുന്നതൊക്കെ നടക്കുമോ ടീച്ചറെ? ചിലപ്പോ വിവരം കിട്ടുമായിരിക്കും. സമയമാകുന്നേ ഉള്ളൂ. ടീച്ചർക്ക് വേറെ പണിയില്ലേ? മാസം 1 ആകാൻ പോകുന്നു. ഇനി എവിടെ വരാൻ? മലക്കോട്ട കെട്ടിയത് മിച്ചം. അങ്ങനെ പറയാതെ സാറേ. ആ ദില്ലിക്കാരിയുടെ നാടകം കാരണം ആ ചുവരിലെ വൃത്തികേട് മാറ്റിക്കളയാനും ആർക്കും ധൈര്യമില്ല. എന്താ ഇത്? നീ ഈ വരാന്തയിൽ എന്തിനാ വന്ന് കിടക്കുന്നേ? സാരമില്ലമ്മേ, ആ പക്ഷിയെ മാറ്റാനല്ലേ പറഞ്ഞുള്ളൂ. നിന്നോട് മാറി കിടക്കാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. വരാന്തേ കിടക്കാൻ നല്ല സുഖം, നക്ഷത്രങ്ങളെയും കണ്ടു കിടക്കാം. പുഴയെ കുളിച്ചിട്ട് തോർത്താതെ ഉണക്കുന്നവനല്ലേ, നക്ഷത്രം കണ്ട് കിടക്കാനായിരിക്കും ഇഷ്ടം. അവൻ എന്തൊരു ഗമയായിരുന്നു കുറെ ദിവസം. നമ്മളെയൊന്നും കണ്ടാൽ അറിയില്ലായിരുന്നു. ആകാശത്തായിരുന്നു താമസം, ഇപ്പൊ ഇങ്ങ് ഭൂമിയിൽ ഇറങ്ങി. എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്? ബാലുവിനെ പ്ലെയിനിൽ കൊണ്ടുപോകുന്നു, അങ്ങ് ഡൽഹിയിലോ കൽക്കട്ടയിലോ പഠിക്കുന്നു. അവനെങ്ങും പോയില്ല, ഞാൻ നടന്നു വരുന്നു. കഷ്ടം, വിമാനത്തിൽ സഞ്ചരിക്കേണ്ടാൽ ഇപ്പൊ ഒരു നടരാജ വണ്ടിയില്ല. അങ്ങ് ഡൽഹി താമസിക്കേണ്ടവനാ, തൽക്കാലം ഈ ഗ്രാമത്തിലായിപ്പോയി. കഷ്ടം. ബാലു ബാലു, നിനക്കുള്ള വിമാനമാണോ അത്? അതെ അതെ, ഇപ്പൊ നമ്മുടെ മൈതാനത്തോ പറമ്പിലോ ഇറങ്ങും ഇവനെ കേറ്റാൻ. ഗണേശൻ പറയുന്നതിലും കാര്യമുണ്ട്. അവനെ നിരാശപ്പെടുത്തണ്ട. ഞാൻ എങ്ങനെ പോവും? ബാലുവിനെ കൂടെ കൊണ്ടുപോവാന്ന് വെച്ചാ? അതൊന്നും വേണ്ട. അവനെ വിട്ടിട്ട് അച്ചോ എനിക്കെങ്ങനെ പോകാൻ കഴിയും? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചിലതൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടി വരും. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടിയത് കൊണ്ട് നാം എങ്ങും എത്തുകയില്ല. ഞാൻ അവനെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ 8 വർഷമായി ഞാനും എന്റെ അമ്മയെ ജീവിക്കല്ലേ അച്ചോ. വിഷമിക്കണ്ട. ദൈവനിശ്ചയമുണ്ടെങ്കിൽ അവന്റെ യാത്ര ശരിയാവും. അവൻ മിടുക്കനാവും.
നമുക്ക് പ്രാർത്ഥിക്കാം. അതൊന്നും നടന്നില്ലെങ്കിൽ തന്നെ അവൻ ഇവിടെ കഴിയാമല്ലോ. എങ്ങനെയായാലും അവനെ വിട്ടുപിരിയണമല്ലോ എന്ന് ഓർക്കുമ്പോ ചാവാറായോ ആ ജന്തു? ചത്താ നന്നായെന്ന് കൂട്ടിക്കോ, ഇല്ലെങ്കിൽ നീ പോകുമ്പോ ഞാൻ അതിനെ കൊല്ലും. അത് വേണ്ടിവരില്ല. അതെന്താ, നീ പോവില്ലെന്നോ അതിനു മുമ്പ് തീരുന്നോ? പോകുന്നതിന് മുമ്പേ ഞാൻ സുന്ദരിയെ തുറന്നു വിടും. അതിന് നീ പോയിട്ട് വേണ്ടേ? പോണ്ട, പോണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പോയാലും കൊള്ളാം, ഇവിടെ കിടന്നാലും കൊള്ളാം. ഞാൻ അമ്മയെ കൊണ്ട് 2 ആഴ്ചയ്ക്ക് സ്ഥലം വിടും. പിന്നെ നീയും ഈ കളവി തൊത്തയും കൂടി ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞു. ഞാനിപ്പോ അയ്യനത്തച്ഛൻ്റെ കൂടെ പോവും. അവന് വെറുതെ ആശ കൊടുത്തു. സാറിനറിയാമോ, ഇപ്പൊ കുട്ടികൾ അവനെ കളിയാക്കി തുടങ്ങി. ശരിയാണച്ചോ, ഞങ്ങളും അത് കാണുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്ന ആ ലേഡി പറഞ്ഞത് വല്ലതും നടക്കുവോ ഇല്ലയോ എന്നൊന്ന് അറിയണം. ഞാൻ ഏതായാലും DD ഓഫീസിൽ പോയെന്ന് അന്വേഷിക്കാം, ഈ ആഴ്ച തന്നെ. നടക്കില്ലെങ്കിൽ വേണ്ട, അവനോട് മെല്ലെ മെല്ലെ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. ആ മാഡത്തെ കണ്ടിട്ട് വെറുതെ പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല. പിന്നെന്ത് പറ്റി ഇത്രയും വൈകാൻ? മാസം 1 ആയി. ഞാൻ ഏതായാലും അന്വേഷിക്കാച്ചു. ഓ, സുന്ദരി, കാള കിടക്കും കയറോടും എന്ന് പറഞ്ഞാൽ തനിക്കെന്തോ മനസ്സിലായി? മാജിക് കാണിക്കുന്ന കയറുകൊണ്ട് കാളെ കെട്ടുമ്പോൾ കാള കിടക്കും കയറോടും. അയ്യടാ, എന്തൊരു ബുദ്ധി! കിണറ്റിലെ കപ്പിയും കയറും. മോശമല്ല, പക്ഷേ പഴഞ്ചൊല്ലിൽ കാളയെന്ന് പറഞ്ഞാൽ കാളയല്ല, കയറെന്ന് പറഞ്ഞാൽ കയറുമല്ല. ബാലുവിന്റെ ഡൽഹി യാത്ര അവനിവിടെ തന്നെ ഉണ്ട്, ആഗ്ര മാത്രം വിമാനത്തില്. Silence, silence, silence. അവരപ്പോഴേ മറന്നെന്നാണ് എല്ലാവരും കരുതിയത്. അതല്ലേ സാറന്ന് DDയെ കാണാൻ വന്നപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങളും ആശ കൈവിട്ടിരുന്നു. അപ്പോ അഞ്ജലി ഗുപ്ത പറഞ്ഞു പോയ കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചു. വിമാന ടിക്കറ്റുകൾ. ഒന്ന് ബാലുവിന് ഇവിടെ നിന്ന് മദ്രാസ് വഴി കൽക്കത്തയ്ക്കുള്ളത്, മറ്റത് അവന്റെ കൂടെ പോകുന്ന ഫാദർ അയ്യനേത്തിന് അങ്ങോട്ട് പോകാനും തിരികെ വരാനും. അപ്പോ കൽക്കത്തയിലേക്കാണോ പോക്ക്? അതെ, ശാന്തിനികേതനിൽ ചിത്രകല പഠിക്കാൻ പോവുകയാണ് ബിരുദൻ. 5 വർഷം അവിടെ പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, സെലക്ഷൻ ലെറ്റർ ഇതാ. പിന്നെ 2 വർഷം പാരീസിൽ പ്രത്യേക പരിശീലനം. കൽക്കത്തയിലെത്തിയാൽ അവിടെ നിന്ന് പറയാം. സെൻഗുപ്ത എന്നൊരാൾ
ഇവരുടെ പേരെഴുതിയ ബോർഡുമായി വിമാനത്താവളത്തിൽ കാത്തു നിൽക്കും. അയാൾ അവരെ ശാന്തിനികേതനിലെത്തി. എല്ലാം വളരെ വിശദമായി പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ. നമ്മളല്ല, അഞ്ജലി ഗുപ്തയുടെ പണിയല്ലേ എല്ലാം. തീർന്നില്ല. ദാ ഇത് ബാലുവിന് തൽക്കാലം യാത്രയ്ക്ക് വേണ്ട ഉടുപ്പുകളോ പെട്ടിയോ ഒക്കെ വാങ്ങാനുള്ള 5000 രൂപ. അന്നവർ താല്പര്യം കാണിച്ചെങ്കിലും ഇത്ര ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ നമ്മുടെ പരിപാടികളല്ലേ സാറേ. ഒന്ന് പറയുക, പിന്നെ പറഞ്ഞതങ്ങ് മറന്നു പോവുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. എടാ ബാലു, നീ പണി പറ്റിച്ചല്ലോടാ. ആ, കുട്ടിയെയും ഫാദറിനെയും എയർപോർട്ടിൽ എത്തിക്കുന്ന പണിയെല്ലാം നിങ്ങളേറ്റല്ലോ. ഇത്ര പെട്ടെന്ന് മോനെ പിരിയേണ്ടി വരുമെന്ന് അമ്മ തീരെ വിചാരിച്ചില്ല. അമ്മ പോകുന്നത് അമ്മയുടെ കുറ്റം കൊണ്ടല്ലല്ലോ. ഞാൻ പോകുന്നത് എന്റെയും കുറ്റമല്ല. മോൻ വലിയ ആളാവുമ്പോ അമ്മയെ കാണാൻ വരണം. അപ്പോഴും അമ്മ ഇതെല്ലാം ഓർത്തിരിക്കോ? മോനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? നിന്നെ പിരിയാന്ന് വെച്ച മോൻ യാത്രയാവുന്നത് കാണാൻ അമ്മയ്ക്ക് ധൈര്യമില്ല. അപ്പോ അമ്മ വിമാനത്താവളത്തിൽ വരുന്നില്ലേ? മോനെ അമ്മ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? മോനെ പോകാറായപ്പോ ഒന്നും വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. ബാലു ഇനി എന്ന് വരും? എനിക്കൊന്നും അറിയില്ല ശ്യാമേ. ഞങ്ങളെയൊക്കെ കാണാൻ തോന്നിയ ബാലു എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഓർത്ത് സങ്കടപ്പെടും. സുന്ദരി തന്നിട്ട് പോയതാ. ഓർക്കാലോ നമുക്ക്. സുന്ദരിയും പിന്നെ ഇന്ന് നീ എന്തായാലും അമ്മയോടൊപ്പം കിടന്നാ മതി. കൽക്കത്തയിലൊക്കെ പോയാ ഇനി എന്നാണ് മോനെ കാണുന്നത്? കൽക്കട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര പട്ടണം. ആൾക്കൂട്ടവും കാറും. ഞങ്ങളൊരിക്കൽ പോയി. ബാലു, അമ്മയ്ക്ക് അവിടുന്ന് പടങ്ങൾ വരച്ചയക്കൂ. നേരത്തെ കിടക്ക, രാവിലെ ഉണരാനുള്ളതല്ലേ. മണി 8 കഴിഞ്ഞു. 8:30 തിരിക്കണം. വേഗം ആട്ടെ. അച്ഛനൊരു കത്ത് തന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ നേരത്തിന് എന്ത് ചെയ്യാൻ? അതാ എച്ചം വന്നല്ലോ. മണി 9:30 കഴിഞ്ഞു. പ്ലെയിനിന്റെ സമയം കഴിഞ്ഞു പോവോ? അച്ഛൻ ഒരിക്കലും താമസിക്കില്ല. ഈശ്വര, കാര്യം നടക്കണമെങ്കിൽ നിങ്ങളൊരു ടാക്സി പിടിക്കുന്ന നല്ലത്. ടാക്സി എത്തണമെങ്കിൽ ഇനി അരമണിക്കൂറോ? അത് പറ്റില്ല. അച്ഛൻ കൂടെ പോവേണ്ടതാ. അതേ വന്നല്ലോ. അച്ഛൻ ഇന്നലെ പെട്ടെന്ന് നെഞ്ചുവേദനയായി. ആശുപത്രിയിൽ അഡ്മിറ്റായി. അനങ്ങാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. കാണാനും പറ്റുകയില്ല. ഈ കത്ത് തരാൻ പറഞ്ഞു. സ്കൂളിൽ ഞാൻ അച്ഛൻ്റെ കത്ത് കൊണ്ട് കൊടുത്തു. മണ്ഡപത്തിന്റെ അടുത്ത് നിൽക്കാൻ തന്നെ പറഞ്ഞ്. സമയം വൈകുന്നല്ലോ.
കുട്ടികൾ ഇവിടെ ഇറങ്ങിക്കോ, വിമാനത്താവളത്തിൽ ഇനി സമയം കളയാനില്ല. ബാലു, വേലായുധൻ സാർ കൂടെ വരും. വേലായുധ സാർ പണ്ട് കൽക്കട്ടയിലേക്ക് പോയിട്ടുള്ളതാ, പരിചയമുണ്ട്. ബാലു, സമയമാകുന്നു. സാർ അപ്പൊ ഈ വണ്ടിയിൽ കയറിക്കോ. ഞങ്ങൾ പിന്നാലെ വന്നേക്കാം, അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. അപ്പൊ ബാലു ശരി. വാ. നന്നായി വാ. ബാലു, വേണു, ബാലു,